ഞാൻ നോക്കിയിട്ട് ആരെയും കാണാനില്ലല്ലോ, അങ്ങയെ മാത്രമേ കാണാനുള്ളൂ. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? സഹോദര, നീ നിന്റെ കണ്ണുകൾ അടയ്ക്കുക. നീ നിന്റെ കണ്ണുകൾ അടച്ചിട്ട് നീ തുറക്കുന്ന നേരത്ത് നിനക്ക് ഒരുപാട് ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ആ മനുഷ്യൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു പറ്റം ആഗ്നേയ രഥങ്ങളും കുതിരകൾ കൊണ്ട് എന്തെന്നില്ലാത്ത വിധത്തിൽ അവർ ഒരുപാട് ശക്തിയുള്ളവരായിട്ട് മാറുന്നു. തുടർന്ന് വളരെ എളുപ്പത്തിൽ ഈ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, എതിർ ശക്തികളുടെ കണ്ണുകളെ അന്ധമാക്കണമേ എന്ന്. അപ്പോൾ എതിർ ശക്തികളുടെ കണ്ണുകൾ അന്ധമാക്കുകയും ഇവരുടെ കണ്ണുകൾ യഥാവിധം പരിശുദ്ധാത്മാവ് തുറക്കുകയും ചെയ്തു. സംഭവിച്ചത്, എതിർ ശക്തികളായിട്ട് വന്നിട്ടുള്ളവർ വേറൊരു വഴിക്ക് വഴിമാറി. എന്നിട്ട് ഇവരാകട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവമേ, എൻ്റെ കണ്ണുകൾ, ആന്തരികമായ കണ്ണുകൾ നീ ഞങ്ങൾക്ക് തുറന്നു തന്നല്ലോ എന്ന്. സഹോദരങ്ങളെ, ഈ അനുഗ്രഹീതമായ ദിവസം ആന്തരികമായ നമ്മുടെ കണ്ണുകൾ തുറക്കാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ തുടർന്ന് സഭയുടെ ഔദ്യോഗികമായ ഒരു ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന, ലിയോ 13 മാർപ്പാപ്പയിലൂടെ നൽകപ്പെട്ട പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് ആവർത്തിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ കുരിശ് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ചേർത്ത് പിടിക്കണം. എന്നിട്ട് ഇടയ്ക്കിടെ കുരിശ് വരയ്ക്കുന്ന നേരത്ത്, ഞാനിങ്ങനെ കുരിശ് വരയ്ക്കും എന്നെ തന്നെ, ആ നേരത്ത് നിങ്ങളെ തന്നെ കുരിശ് വരയ്ക്കുക.